വിശദമായ വാർത്തയിലേക്കാണ്. എറണാകുളം കിഴക്കമ്പലം മലയിടം തുരുത്തുന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നിർത്തിവെക്കാൻ നിർദ്ദേശം. കുടിയൊഴിപ്പിക്കൽ നിർത്തിവെക്കാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. DGPക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തിയപ്പോഴാണ് നാട്ടുകാർ വൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 7 പട്ടികജാതി കുടുംബങ്ങളാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലുള്ളത്. സ്വകാര്യ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 60 വർഷത്തോളം പഴക്കമുള്ള ഭൂമി തർക്ക കേസിൽ 4 വർഷം മുമ്പാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. കോടതി ഉത്തരവ് പ്രകാരം 2 ഏക്കർ 65 സെന്റ് ഭൂമി അളന്നേച്ചെടുക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തിയോടെയാണ് പ്രതിഷേധം ശക്തമായത്. തങ്ങൾക്ക് സർക്കാർ ബദൽ സംവിധാനങ്ങളൊന്നും തന്നെ ഒരുക്കി നൽകിയിട്ടില്ലെന്നും ഒരു കാരണവശാലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ലെന്നുമാണ് പ്രദേശവാസികളുടെ നിലപാട്. എന്നാലും എറണാകുളം കിഴക്കമ്പലത്ത് കഴിഞ്ഞ നൂറ്റാണ്ടായി തുടരുന്ന കുടിയൊഴിപ്പിക്കൽ പ്രശ്നമാണ് ഇപ്പോഴും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് കുടിയൊഴിപ്പിക്കലിനായി പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് വലിയ രീതിയിലൊരു പ്രതിഷേധം ആ ഒരു പ്രദേശത്താകെ ഉണ്ടായിരുന്നത്. സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തിയപ്പോഴാണ് നാട്ടുകാരടക്കം വൻതോതിലൊരു പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പോലീസ് അടക്കം കുടുംബങ്ങൾക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാക്കുന്ന ഒരു സാഹചര്യം അടക്കം ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ പ്രകാരം പോലീസ് സ്ഥലത്തുനിന്ന് പിൻവാങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 14 തവണയും സമാനമായ രീതിയിൽ ഈ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് അടക്കം ശ്രമിച്ചിരുന്നെങ്കിലും അന്നും സമാനമായ രീതിയിലുള്ള സാഹചര്യം തന്നെയായിരുന്നു ആ ഒരു പ്രദേശത്താകെ ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് പിൻവാങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജേഷ് ശ്രീനിവാസനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാജേഷ്, എന്തായാലും കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലിൽ പോലീസ് പിൻവാങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? കാർത്തു, 7 പട്ടികജാതി കുടുംബങ്ങളാണ് ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ രംഗത്ത് വന്നത്, അല്ലെങ്കിൽ ഈ കുടിയൊഴിപ്പിക്കൽ നടപടിക്കെതിരെ രംഗത്ത് വന്നത്. ഈ രാവിലെ മുതൽ തന്നെ ഈ നാട്ടുകാർ ഈ പ്രതിഷേധവുമായി രംഗത്ത് ഉണ്ടായിരുന്നു. ഈ അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലൻ സ്ഥലത്തെത്തി ഈ സുപ്രീം കോടതി ഉത്തരവ് ആ നടപടികൾക്ക് ശ്രമിച്ചെങ്കിലും ഈ നാട്ടുകാരുടെ സംഘടിപ്പിച്ച് വന്നതോടെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. പിന്നീടാണ് വൻ പോലീസ് അകമ്പടിയോടെ ഈ കുടിയൊഴിപ്പിക്കൽ നടപടിയിലേക്ക് കടക്കുന്നത്. എന്നാൽ നാട്ടുകാർ സംഘടിച്ച് പ്രതിഷേധിച്ചതോടെ ഈ അഭിഭാഷക കമ്മീഷന് മുന്നോട്ട് പോകാൻ ആകാതാവുകയായിരുന്നു. തുടർന്നാണ് പ്രതിഷേധക്കാരെ ഈ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയത്. ഈ നടപടികൾക്കെതിരെയാണ്, അല്ലെങ്കിൽ നടപടിക്ക് നടക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു സംഘർഷം ഉണ്ടായത്. എന്തായാലും സംഘർഷത്തിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അടിയന്തരമായി ഈ കുടിവയ്പൽ നിർത്തിവെക്കണമെന്നാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നൽകിയ നിർദ്ദേശം. ഈ സ്ത്രീകളും കുട്ടികളും അടക്കം പ്രതിഷേധം വലിയ ഇതുള്ള വാർത്തയായതോടെ, മാധ്യമങ്ങളടക്കം വാർത്തയായതോടെയാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഈ കുടിവയ്പ്പിൽ നിന്നും അടിയന്തരമായി പിൻവാങ്ങണമെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൊച്ചി പോലീസിനോടാണ് നടപടി നിർത്തിവെക്കാൻ രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അടിയന്തരമായി നടപടികൾ നിർത്തിവെക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെയാണ് പ്രദേശത്ത് നിന്നും പോലീസ് പിരിഞ്ഞുപോയത്. നമ്മൾ ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. ഈ സ്ത്രീകളടക്കം കുട്ടികളടക്കം ഉള്ളവർ ഈ പ്രതിഷേധത്തിനെതിരെ, അല്ലെങ്കിൽ ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത് വലിയതുള്ള വാർത്തയായതോടെയാണ് ഇപ്പോൾ അടിയന്തരമായി ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൊച്ചി പോലീസിനോടാണ് ഈ നടപടികൾ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏകദേശം 60 വർഷത്തോളമായി തുടരുന്ന ഒരു കുടിയൊഴിപ്പിക്കലായിരുന്നു ഇത്. 15 തവണയോളം ഈ കുടിയൊഴിപ്പിക്കൽ വന്നിരുന്നു. അതിൽ തന്നെ വലിയതുള്ള സംഘർഷവും പ്രതിഷേധവും കണക്കിലെടുത്ത് പിൻവാങ്ങുകയായിരുന്നു. പിന്നാലെയാണ് ഇന്ന് രാവിലെയോടെ ഈ സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലൻ സ്ഥലത്തെത്തി ഈ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള ശ്രമം നടന്നത്. ഇതിനിടെയാണ് ഈ സ്ത്രീകളടക്കമുള്ള സ്ത്രീകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിഷേധം വലിയ ഇതിലുള്ള വാർത്തയായതോടുകൂടിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൊച്ചി പോലീസിനോട് നടപടി നിർത്തിവെക്കാൻ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അടിയന്തരമായി നടപടികൾ നിർത്തിവെക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതോടുകൂടി പ്രദേശത്ത് പോലീസ് പിരിഞ്ഞു പോയതായാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ നിലവിൽ
ഈ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. 7 പട്ടികജാതി കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ഏകദേശം അരനൂറ്റാണ്ടായി ഈ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കം തുടരുകയാണ്. 4 വർഷം മുൻപാണ് സുപ്രീം കോടതി ഇതിലൊരു ഉത്തരവ് പുറപ്പെട്ടത്. അത് ഈ കുടിയൊഴിപ്പിക്കൽ ഈ കേസിൽ ഒരു 4 വർഷം മുമ്പാണ് കോടതി ഒരു ഉത്തരവ് പുറപ്പെട്ടത്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഇത് 15ാം തവണയാണ് ശ്രമം നടക്കുന്നത് എന്നതാണ് നിലവിലെ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ തന്നെ മുൻപ് വന്ന ശ്രമങ്ങളെല്ലാം ഈ 7 കുടുംബങ്ങൾ ചേർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ ഈ കുടുംബാംഗങ്ങൾക്ക് ഇപ്പോൾ CPIM-ഉം ഒരു പിന്തുണ നൽകുന്നുണ്ട്. ഈ കുടിയൊഴിപ്പിക്കലിന് മുൻപ് ഈ വീട്ടുകാരെ മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് CPIM നേതാക്കൾ രാവിലെ ഈ പ്രതിഷേധക്കാരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കുടിയൊഴിപ്പിക്കൽ നിന്നും സർക്കാർ കുടിയൊഴിപ്പിക്കൽ നിന്നും ഇപ്പോൾ പിന്മാങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. എന്തായാലും പ്രതിഷേധം നിലവിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. കാർത്തു രാജേഷ്, അതുപോലെ തന്നെ രാജേഷ് പറഞ്ഞതുപോലെ തന്നെ അരനൂറ്റാണ്ടായി തുടരുന്ന പ്രശ്നമാണ്. കഴിഞ്ഞ 14 തവണയും സമാനമായ രീതിയിൽ പോലീസ് അടക്കമെത്തി ഈ പ്രദേശത്ത് നിന്ന് ഈ കുടുംബങ്ങളെ ഒഴിപ്പിക്കാനടക്കം ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അനുനയ ചർച്ചകളിലേക്കൊക്കെ പോയതാണ്. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ്ടും ഇത്തരത്തിൽ പെട്ടെന്നൊരു നടപടിയിലേക്ക് പോലീസ് നടക്കാനുള്ള കാരണം എന്താണ്? എന്തായാലും കിഴക്കമ്പലം ഇടം ദുരത്തിലെ ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നിർത്തിവെക്കാൻ ഇപ്പോൾ എന്തായാലും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയത് പ്രകാരം സ്ഥലത്തുനിന്ന് പോലീസ് സന്നാഹം ഒഴിയുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി DGPക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് വലിയൊരു പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് സന്നാഹം ആ ഒരു പ്രദേശത്ത് നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത്. എന്നാലും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജേഷ്, എന്നാലും കഴിഞ്ഞ അരനൂറ്റാണ്ടായി തുടരുന്ന പ്രശ്നമാണിത്. കഴിഞ്ഞ 14 തവണയും സമാനമായ രീതിയിൽ പോലീസ് സ്ഥലത്തെത്തി ഈ കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടന്നു. അന്ന് അനുനയ ചർച്ചകളിലൊക്കെ കാര്യങ്ങൾ പോയതാണ്. എന്നാൽ അന്ന് അതൊന്നും ഫലം കാണാതെ പോലീസ് അടക്കം പിൻവാങ്ങുന്ന സാഹചര്യമായിരുന്നു കണ്ടത് നമ്മൾ. എന്നാൽ ഇപ്പോൾ വീണ്ടും പെട്ടെന്ന് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടക്കാനിടയാക്കിയ കാരണം എന്താണ്? സ്വകാര്യ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 60 വർഷത്തോളം പഴക്കമുള്ള ഭൂമി തർക്ക കേസിൽ 4 വർഷം മുൻപാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിപ്പിച്ചത്. കോടതി ഉത്തരവ് പ്രകാരം 2 ഏക്കർ 65 സെന്റ് ഭൂമി അളന്ന് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയബാലൻ ഇതിൽ നടപടി ഉൾക്കൊള്ളാൻ ഇന്ന് രാവിലെയോടെയായിരുന്നു എത്തിയത്. ഈ സാഹചര്യത്തിലാണ് ഈ 7 പട്ടികജാതി കുടുംബങ്ങൾ ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ രംഗത്ത് വന്നത്. അതിൽ തന്നെ വലിയ പ്രതിഷേധം ഉടലെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. സ്വകാര്യ വ്യക്തിയുടെ 60 വർഷത്തോളം പഴക്കമുള്ള ഭൂമി കേസുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘർഷത്തിന് കാരണം. ഈ 7 പട്ടികജാതി കുടുംബങ്ങളാണ് ഈ കുടിവെപ്പിൽക്കെതിരെ രാവിലെ തന്നെ രംഗത്ത് വന്നത്. 65 സെന്റ് ഭൂമി അളന്ന് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷൻ എത്തിയതോടെയാണ് ഈ സംഘർഷത്തിന് കാരണമായത്. ഇതിൽ തന്നെ ഭൂമിയുടെ ഉടമസ്ഥയെ ചൊല്ലി പ്രദേശത്ത് 60 വർഷത്തോളമായി തർക്കം നിലനിൽക്കുന്നുണ്ട്. കോടതി നടപ്പാക്കാതെ അല്ലെങ്കിൽ കോടതിയുടെ 4 വർഷം മുമ്പത്തെ ഉത്തരവ് നടപ്പാക്കാനായി അഡ്വക്കേറ്റ് കമ്മീഷൻ എത്തിയതോടെയാണ് ഈ സംഘർഷത്തിന് കാരണമായത്. റവന്യൂ കോടതി അധികരും പോലീസും ചേർന്ന് ഇവിടെ 15ഓളം തവണയായിരുന്നു ഈ കുടിയൊഴിപ്പിക്കൽ നടപടികൾ ശ്രമിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ളതാണ് ഈ ഭൂമി എന്നത് ഒരു ഭാഗം അവകാശപ്പെടുന്നു. തങ്ങൾ വർഷങ്ങളായി താമസിക്കുന്ന മണ്ണിൽ നിന്നും മാറില്ലെന്ന നിലപാടാണ് ഈ 7 പട്ടികജാതി കുടുംബങ്ങൾ പറയുന്നത്. ഈ അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തി നടപടികൾ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ വലിയ രീതിയിൽ സംഘടിച്ചതോടെ അത് സംഘർഷത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. തുടർന്ന് ഈ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ള ആളുകൾക്ക് നേരെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇത് വലിയ രീതിയിലുള്ള വാർത്താ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങളടക്കം വന്നതോടു കൂടിയാണ് ഇപ്പോൾ അടിയന്തരമായി ആഭ്യന്തരമന്ത്രി ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. കൊച്ചി പോലീസിനാണ് ഈ കുടിയൊഴിപ്പിക്കൽ അടിയന്തരമായി നിർത്തിവെക്കാനുള്ള
ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ 7 പട്ടികജാതി കുടുംബങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ബദൽ സംവിധാനം ഒരുക്കാതെ തങ്ങൾ ഇതിൽ നിന്നും കുടിയിറങ്ങില്ല എന്നതാണ് ഈ കുടുംബങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും സ്ഥലത്ത് ഉണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സ്ഥലത്ത് നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് എന്നതാണ്. എന്തായാലും പ്രതിഷേധക്കാർ ഇപ്പോൾ സംഘടിച്ച് നിലവിൽ പ്രതിഷേധം തുടരുകയാണ്. ഒരു ബദൽ സംവിധാനം ഒരുക്കുക എന്നതാണ് ഈ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും 60 വർഷത്തോളമായി ഈ സ്വകാര്യ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റവന്യൂ കോടതി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതോടെ പ്രതിഷേധത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം ആയത്. എന്തായാലും ഇന്നത്തെ ഈ ഒഴിപ്പിക്കൽ നടപടികളെല്ലാം നിർത്തിവെച്ചതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കാർത്തും ശരി, എന്തായാലും മലയിടം തുരുത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 7 പട്ടികജാതി കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടികൾക്കെതിരെയായിരുന്നു രാവിലെ മുതൽ ഉണ്ടായിരുന്ന പ്രതിഷേധം. എന്തായാലും പോലീസ് എത്തി ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത് മുതലാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രതിഷേധം ഒരു പ്രദേശത്താകെ ഉണ്ടായിരുന്നത്. പിന്നീട് ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ സർക്കാർ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ആഭ്യന്തര മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിലവിൽ ഒഴിപ്പിക്കൽ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. എങ്കിലും സംഭവ സ്ഥലത്ത് ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം തന്നെയാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.